ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കാം. ദൈവം ആകാശവും ഭൂമിയും അവയിലുള്ളതൊക്കെയും പൂർത്തിയാക്കി 7-ാം ദിവസം ദൈവം തൻ്റെ പ്രവൃത്തിയെല്ലാം തീർത്ത ശേഷം തൻ്റെ സകല പ്രവൃത്തിയിൽ നിന്നും വിശ്രമം പ്രാപിച്ചു. 3-ാമത്തെ വാക്യം, താൻ ചെയ്ത സൃഷ്ടി സംബന്ധമായ സകല പ്രവൃത്തികളിൽ നിന്നും 7-ാം ദിവസം സ്വസ്ഥനായി വിശ്രമിക്കിയാൽ ദൈവം ആ ദിവസത്തെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു. ഇവിടെ വളരെയധികം സംശയങ്ങളുണ്ടാകുന്ന, തർക്കങ്ങളുള്ള, അനേക മതവിഭാഗങ്ങൾ ലോകം മുഴുവനുള്ള, അവരുടെ ആരാധനകളുടെ ദിവസങ്ങൾ തീരുമാനിച്ചതിൻ്റെയൊക്കെ ഒരു തർക്ക വിഷയം നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് സൃഷ്ടിയുടെ 1-ാം ദിവസം എന്ന് പറയുന്നത് ഞായറാണെന്നും, അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഞായറാണെന്നും, അങ്ങനെ തിങ്കൾ ചൊവ്വ തൊട്ടിങ്ങോട്ട് വന്ന അവസാന ദിവസം ശനിയാണെന്നും, അതാ കറക്റ്റ്. ഈ ശനിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച കൊണ്ട് ദൈവം സൃഷ്ടിയെല്ലാം പൂർത്തീകരിച്ച് ശനിയാഴ്ച ദിവസം ദൈവം വിശ്രമിച്ചു. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. സ്വസ്ഥനായി ദൈവം വിശ്രമിക്കാൽ ആ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു വിശുദ്ധീകരിച്ചു എന്ന് വായിക്കുന്നു. അപ്പോൾ ആ ദിവസമല്ലേ വിശുദ്ധ സഭായോഗം കൂടേണ്ടത് എന്ന് ചോദ്യങ്ങൾ ചില സ്ഥലത്തു നിന്നൊക്കെയും ഉയരുന്നു. അങ്ങനെ ശനിയാഴ്ച ദിവസം വിശുദ്ധ സഭായോഗമാണോ കൂടുന്നത്, അതോ ശബത്താണോ? നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ശബത്ത് എന്നാണ് ഈ 7-ാം ദിവസത്തെ കൂട്ടത്തെ വിളിക്കുന്നത്. ഈ ശബത്ത് സത്യം പറഞ്ഞാൽ ഇത് നൽകിയത്, ഇത് ന്യായപ്രമാണം അനുസരിക്കുന്ന യഹൂദനു വേണ്ടി ആണ്. ഈ ന്യായപ്രമാണം അനുസരിക്കുന്ന യഹൂദൻ്റെ വംശപാരമ്പര്യം ആദം മുതൽ അവൻ്റെ കയ്യിൽ അവൻ്റെ വംശപാരമ്പര്യം അവന് കൃത്യമായിട്ട് അറിയാം. ഈ ന്യായപ്രമാണം മോശ മുഖാന്തരം കൊടുത്തത് തന്നെ യഹൂദ ഗോത്രങ്ങൾക്ക് ആണ്. ഈ യഹൂദ ഗോത്രങ്ങളിൽപ്പെട്ട, അല്ലെങ്കിൽ ഇസ്രായേൽ ഗോത്രങ്ങളിൽപ്പെട്ട അവർക്ക് ദൈവം ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടത്തിൽ വരെ അനുസരിക്കാൻ, അല്ലെ അനുഷ്ഠിക്കാൻ കൊടുത്ത ഒരു നിയമമാണ് ശബത്ത്. യഹൂദൻ ഇന്നും ശബത്ത്, അതായത് യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത യഹൂദൻ ഇന്നും, യേശുക്രിസ്തു ഭൂമി വന്നെന്നും അവൻ കാൽവരിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്ത സ്വർഗാരോഹണം ചെയ്തെന്നും ഒന്നും വിശ്വസിക്കാത്ത യഹൂദൻ ഇന്നും ശബത്ത് ആചരിക്കുന്നു. അവന് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ ശനിയാഴ്ച വൈകിട്ട് 6 മണി വരെ ഒരു വേലകളും ചെയ്യാതെ ന്യായപ്രമാണം എന്തു പറയുന്നുവോ അതിൻ്റെ വ്യവസ്ഥ പ്രകാരം അവൻ ഈ ശബത്ത് ആചരിക്കുന്നു. അപ്പോൾ യഹൂദൻ്റെ ശബത്ത് ആണോ ഒരു വിശ്വാസിയുടെ സഭാരാധന? യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ട് ദൈവസഭ അംഗമാകുന്ന ഒരുവൻ്റെ സഭാരാധന എന്നത് ശബത്ത് ആചരണം ആണോ? ഒരു ചോദ്യം. 2-ാമത്തെ കാര്യം, യഹൂദനല്ലാത്ത, ജന്മം കൊണ്ട് യഹൂദനല്ലാത്ത, ന്യായപ്രമാണം ലഭിക്കാത്ത ജാതിയായ ഒരു മനുഷ്യൻ ഈ ശബത്ത് ആചരിക്കുന്നതിൽ എന്താണ് അർത്ഥം? ഇതിൽ 2-ാമത്തെ കാര്യം അവിടെ നിൽക്കട്ടെ. 1-ാമത്തെ കാര്യത്തിൽ ഈ ചെറിയൊരു സമയത്ത് ചിന്തിക്കാം. ഈ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു യഹൂദനായി ജനിച്ച് സുവിശേഷം പ്രസംഗിച്ച്
പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നീതിമാനാകുന്ന അവസ്ഥയിൽ നിന്ന് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതിമാനാകുന്ന കാര്യങ്ങൾ പഠിപ്പിച്ച് വിശ്വസിക്കുന്നവരുടെ സകല പാപങ്ങൾക്കും പരിഹാരമായി ഗത്സമേൻ തോട്ടത്തിൽ അവനെ പിടിക്കുന്ന അവിടം തൊട്ട് പിലാത്തോസിൻ്റെ കൊട്ടാരത്തിലും കാൽവരി യാത്രയിലും കാൽവരി മലയിലും ന്യായപ്രമാണം പറയുന്ന സകല പരിഹാരങ്ങളും അവൻ്റെ ശരീരത്തിൽ ചെയ്ത് അവൻ്റെ ശരീരത്തിലെ 39 മർമ്മങ്ങളിലും ന്യായപ്രമാണം പറയുന്ന അടികൾ കൊണ്ട് അവൻ്റെ ശരീരം തകർക്കപ്പെട്ട് അവൻ കാൽവരി കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അടക്കപ്പെട്ടും ഉയർത്തതിനും ശേഷം നമ്മളിങ്ങനെ വായിക്കുന്നു, ന്യായപ്രമാണം നീക്കാനല്ല നിവർത്തിപ്പാൻ യേശുക്രിസ്തു വന്നു. നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം എന്ന ദൈവത്തിൻ്റെ നിയമം മനുഷ്യൻ ലംഘിക്കുമ്പോൾ അതിന് പരിഹാരമായി മനുഷ്യൻ ചെയ്യണമെന്ന് ന്യായപ്രമാണം പറഞ്ഞിരുന്ന മൃഗ, പക്ഷി, ധാന്യ, എണ്ണ ബലികൾ എല്ലാം അത് എല്ലാം തന്നെയും ഈ കാൽവരി യാഗത്തിൻ്റെ നിഴലായിരുന്നു. ഈ നിഴലുകൾ മാറ്റിയിട്ട് യഥാർത്ഥത്തിലുള്ള കാൽവരി യാഗമെന്ന പൊരുൾ അവിടെ യേശുക്രിസ്തു അർപ്പിച്ച് കഴിഞ്ഞു. നിഴല് മാറ്റി പൊരുൾ അർപ്പിച്ച് കഴിഞ്ഞ ശേഷം നമ്മളിത് വായിക്കുമ്പോൾ അപ്പസ്തോല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒന്നെടുത്താൽ നമുക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. 20:7 അവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കുവാൻ ഞങ്ങൾ ഒന്നിച്ചുകൂടി. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, അത് ചില വേർഷനിൽ എഴുതിയേക്കുന്നത് ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം. ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് നൗ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. നൗ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. ആഴ്ചവട്ടത്തിൻ്റെ ആദ്യ ദിവസം. ഇവിടെ വളരെ ചേർന്നൊരു കാര്യം കൂടെ പറയണം. പുറപ്പാട് പുസ്തകം 12:16 ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസവും ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസവും വിശുദ്ധ സഭായോഗം വിളിക്കണം എന്നൊരു ഭാഗമുള്ളത് ഒറിജിനൽ തർജ്ജമയിൽ പോകുമ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസം സബത്തും 1-ാം ദിവസം അസംബ്ലിയും എന്നാണ് കിടക്കുന്നത്. ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസം സബത്തും 1-ാം ദിവസം അസംബ്ലി. അങ്ങനെയല്ലേ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ വാക്കുകളും സംഘടനകളും അല്ലെങ്കിൽ അതിനുള്ള അർത്ഥങ്ങളും ഒക്കെ ഇറങ്ങി വന്നത്. അപ്പോൾ ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഈ തരത്തിൽ അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിന് ശേഷം ദൈവസഭ ആരാധന തുടങ്ങിയതായിട്ട് നമ്മൾ തിരുവചന ഭാഗങ്ങളിൽ കാണുന്നു. അതിന് വേറെ കുറച്ച് കാരണങ്ങളും കൂടെ ഉണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ ആദ്യമേ സൃഷ്ടി നടന്നപ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസമായിരുന്നത് യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിനും മരണത്തിനും അടക്കത്തിനും ഉയർപ്പിനും സ്വർഗാരോഹണത്തിനും എല്ലാം ശേഷം അപ്പസ്തോലന്മാരത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ എന്ന തലത്തിലേക്ക് എത്തിയപ്പോൾ ലോകം മുഴുവൻ അത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ഞായറാഴ്ച ദൈവജനം ദൈവസഭ ആരാധനയ്ക്കായി മാറ്റിവെച്ചു. അപ്പോൾ ഒരു ചോദ്യം, ഗൾഫ് രാജ്യങ്ങളിൽ അത് വെള്ളിയാഴ്ചയാണല്ലോ, അത് നിവൃത്തികേട് കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ അവധി ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവിടുത്തെ നിയമ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് അതങ്ങനെ ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയം ഇങ്ങനെയൊന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അപ്പസ്തോലന്മാർ കൂടിച്ചേർന്ന് വന്ന് ദൈവസഭ മീറ്റിങ്ങുകൾ, അത് അവർ അപ്പസ്തോലന്മാരുടെ
ഉപദേശത്തിലും കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും അപ്പം മുറുക്കലിലും ഒക്കെ ആയിരുന്നു എന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ആ രീതിയിൽ ആചരിക്കുന്നതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അതിന് കൃപയാൽ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.